ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നെൽകൃഷി ചെയ്യാൻ വേണ്ടി ഒരു കാടിന് നടുവിൽ കുറേ ആളുകളെ ഗവൺമെൻറ് ഭൂമി പതിച്ചു നൽകി കൊണ്ട് താമസിപ്പിച്ചു. അങ്ങനെയുള്ള ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ള മക്കുവള്ളി. കാടിന് നടുവിലെ സുന്ദരമായിട്ടുള്ള ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അത്യാവശ്യം നല്ല കാലാവസ്ഥ. അപ്പോൾ നമുക്ക് മക്കുവള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഗ്രാമത്തിലോട്ടൊന്ന് പോകട്ടോ. ചേട്ടൻ്റെ കൂടെ ട്രക്കിങ്ങിനാണ്. നമുക്ക് ബാ, റെഡിയാണ് ചേട്ടാ പോവാൻ? ഓക്കെ, എന്നാൽ പോവാം നമുക്ക്. മക്കുവള്ളി എന്ന കാടിന് നടുക്കുള്ള ഗ്രാമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പാർക്കുളം ഹൈറ്റ്സ് എന്ന ഹോം സ്റ്റേയിലെ ഒരു സഫാരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മുകളിലുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഹോം സ്റ്റേയുടെ അവിടെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ സഫാരിക്ക് പോകുകയാണെങ്കിൽ 3000 രൂപയാണ്. നമുക്ക് 7 പേര് വരെ ആ ജീപ്പിൽ പോകാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. മലയണ്ണാമല പോലുള്ള സ്ഥലങ്ങളെല്ലാം കയറിയാണ് ഈ മക്കുവള്ളിക്ക് പോകുന്നത്. ഇതാണ് പാലക്കുളം മലയ്ക്ക് പോകുന്ന ട്രക്കിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് മേലോട്ട് കയറണം. ഓഫ് റോഡാണിത്. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കയറി വെച്ചിട്ടുണ്ട്. കണ്ട പാലക്കുളമ്മയുടെ മലയുടെ മണ്ട. ഇതിലെ അങ്ങോട്ട് പോയാൽ ഒരു ഉമ്മൻചാണ്ടി കോളനി എന്ന് പറഞ്ഞൊരു ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയാണ് കേട്ടോ. നമ്മൾ നേരെ ഈ വഴി താഴത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ യാത്ര ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ കൂടിയാട്ടോ. ഇത് മഴവടി എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജാണ്. ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഓരോരോ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് മക്കുവള്ളിക്ക് യാത്ര ചെയ്യാം. കുറച്ച് പോയാൽ മലയണ്ണാമല എന്ന് പറഞ്ഞ മലയ്ക്ക് നമുക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിക്കുഴി ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ മക്കുവള്ളിക്ക് പോകുമ്പോൾ ഈ പാലക്കുളം മേടിൻ്റെ ആദ്യത്തെ തട്ടായ മലയണ്ണാമലയാട്ടോ നമ്മുടെ മുന്നിൽ കാണുന്നത്. നല്ല രസമാണ് ഇതിലേക്കിടയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു പാലക്കുളം ഹൈറ്റ്സ് എന്ന ഹോം സ്റ്റേയുടെ ഭാഗമായിട്ട് നിങ്ങൾ വന്നാൽ ചേട്ടനെ എല്ലായിടത്തും നിങ്ങളെ കൊണ്ടുപോകും. ചെറിയ ചെറിയ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവേണം നമുക്ക് പോകാൻ വേണ്ടി കേട്ടോ. കാരണം ഈ ഗ്രാമഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു വേറിട്ട കാഴ്ച തന്നെയാവും. ട്രക്കിങ് തീർച്ചയായിട്ടും ഇവിടെ വന്നാലൊന്ന് പോകണം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്നാലും നമ്മളെ ഈ പുറകിലാണ് ഈ മലയുടെ പുറകിലൊക്കെ ഇങ്ങനെ ഉമ്മൻചാണ്ടി കോളനി എന്നൊരു കോളനിയൊക്കെ ഉണ്ട് ആ മലയുടെ ഭാഗത്തായിട്ട്. എന്നാലും നമുക്ക് ഇനി മക്കുവള്ളിക്ക് പോകാം. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടല്ലേ? ഇവിടുന്ന് 4 കിലോമീറ്റർ ഇങ്ങനെ പോയാൽ നമുക്ക് മക്കുവള്ളി എന്ന ഗ്രാമത്തിലെത്തും. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വഴി നേരെ വണ്ണപ്പുറം പോകും കേട്ടോ. നമ്മളിങ്ങോട്ട് മക്കുവള്ളി ഇങ്ങോട്ട് വരും. ഈ കവലയുടെ പേരിന് അപ്പോൾ വയലപ്പുഴ തന്നെയാണ്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പം നമ്മളിത് ഇത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് തന്നെ കേട്ടോ. ഇത് കേരള ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. ഇനി ഇങ്ങോട്ട് ഫുള്ളായിട്ട് വനമാണ് കേട്ടോ. വനമേഖലയോട് നമ്മൾ കിടക്കുന്നത്. നല്ല ഒരു വനത്തിൻ്റെ അങ്ങോട്ട് വന്ന ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ടോ. ഗ്രാമത്തിലെ കുറേ നാളായിട്ട് കറണ്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിൾ അവിടെ കറണ്ടൊക്കെ ഈ കുറച്ച് നാളേ ഉള്ളൂ കറണ്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മക്കുവള്ളി എന്ന ആ ഒരു കാടിനകത്തുള്ള ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇത് വേളൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. പോവാ. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി കാടിൻ്റെ ഉള്ളിലേക്കുള്ള റോഡാട്ടോ. നമ്മൾ ഈ ഒരു മക്കുവള്ളി കൂടി മനയത്തരം കൂടി കൈതപ്പാറ കൂടി നമുക്ക് വേളൂരിലോട്ട് വരാൻ പറ്റും. നമ്മളിവിടെ മുന്നൊരു വില്ലേജിലോട്ടൊക്കെ അങ്ങനെ ഒരു വഴിയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മക്കുവള്ളി വരെയാണ് പോകുന്നുള്ളൂ. ഇനിയാണ് മുന്നോട്ടുള്ള കാഴ്ച. ശരിക്കും നമുക്ക് ഈ കാടിനകത്ത് ഇങ്ങനെയൊരു ഗ്രാമം നമ്മൾ കാണുമ്പോൾ ഞെട്ടും. അത്രത്തോളം അടിപൊളി സ്ഥലമാണ്. അവിടെ പാടമൊക്കെ ഉണ്ടല്ലോ. അതേ സ്ഥലം ആണോ? ഓ, ഈ കാടിനടുക്ക് നിങ്ങൾ കണ്ടോ അവിടെ ഒരു പാടം കണ്ടോ? കണ്ടോ? അതാ കേട്ടോ മക്കുവള്ളി എന്ന് പറഞ്ഞ സ്ഥലം. കണ്ടോ? നോക്കി, ചുറ്റും ഫോറസ്റ്റ്. അതെ, നമുക്ക് ഈ മലയ്ക്ക് മേളിൽ നിന്നാണല്ലോ. ഇത് ചുറ്റും കാടാട്ടോ. ആ കാടിന്റെ നടുക്ക് ഇങ്ങനെ പാടങ്ങളൊക്കെ നിൽക്കും. കണ്ടോ? ഫുൾ പാടം, നെൽപ്പാടം. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് പട്ടയൊക്കെ കൊടുത്തിട്ട് താമസിപ്പിച്ചേക്കുന്ന സ്ഥലമാണ് ഈ മക്കുവള്ളി. അതായത് മക്കുവള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലം. നമ്മളവിടെ കാണണമായിരുന്നു. നമ്മളിപ്പോൾ കഞ്ഞിക്കുഴി ഭാഗത്തുനിന്നാണ് വന്നേക്കുന്നത്. ഗ്രോമോർ ഫുഡോ അങ്ങനെ എന്തോ ആ പദ്ധതിയുടെ പേരിട്ടോ. ഇപ്പോൾ താഴെ ഇറങ്ങി ചെന്നാൽ ഫുള്ള് ഒരു നല്ല നമ്മുടെ സാധാരണ ഒരു ഗ്രാമം പോലുള്ള ഗ്രാമമാണ്. പക്ഷെ നമ്മൾ കാടിൻ്റെ ഉള്ളിലാണ് യാത്ര ചെയ്യണമെന്നുള്ളൂ. കുറച്ച് നാളായാലും ഇവിടെയുള്ള ആൾക്കാർക്ക് കറണ്ട് കിട്ടിയിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കറണ്ടൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് കൂടെ ആയിട്ടോ പോയേക്കണേ. എന്തോ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്നൊക്കെയാണ് അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത്. എന്തായാലും അടിപൊളി. 4ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു സ്കൂളൊക്കെ അവിടെയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കൂടെയൊക്കെ ആന വരുന്ന വഴികളാട്ടോ. എന്നാലും വഴിയൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഇടവഴിയാന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ കൂടെയുള്ള ചേട്ടൻ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറാട്ടോ. ഒരു സൈഡിൽ കഷ്ടി 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. ജീപ്പാണ് കൂടുതൽ. നമ്മൾ അല്ലാത്ത വണ്ടിക്ക് വന്നാൽ ഇവിടെ ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് വെച്ചാൽ ഓഫ് റോഡാണ്, കുറച്ച് 4 വീൽ വണ്ടികളാണ് കൂടുതലും പോകുള്ളൂ. പക്ഷേ ഈ വഴി കൂടെയൊക്കെ ഓട്ടോയ്ക്ക് പോകാറുണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ തൊട്ടടുത്തൊന്നും ഇല്ലല്ലോ, സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കൂടെയുള്ളത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ ആ മക്കുവള്ളി എന്ന ഗ്രാമത്തിൽ ഉള്ള ആളുകൾ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നതല്ല. അപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരും ഇങ്ങോട്ട് വരാറില്ല. പിന്നെ വനമേഖലയാണ്. വനത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയാൽ നിങ്ങൾക്ക് ഇതിന് വനം വകുപ്പിന് കേസെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമം കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വനത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും യാത്ര ചെയ്യാതിരിക്കും കേട്ടോ. കാഴ്ചകൾ കണ്ടു തീരാത്ത ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിലെ കാഴ്ചകൾ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം വിശാലമായിട്ട് കിടക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മളറിയാത്ത എത്ര ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. ശരിക്കും നമുക്ക് ഈ വഴി പോകുമ്പോൾ നമ്മുടെ കണ്ണൊന്നും എടുക്കാൻ തോന്നില്ല, കാരണം അത്രമാത്രം വലിയ വലിയ മരങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. ശരിക്കും ഇതൊരു ഐസൊലേറ്റഡ് വില്ലേജ് തന്നെയാണ്. ഇതൊരു മരം കണ്ടോ, എൻ്റെ മരത്തിൽ എന്തോ വീർത്ത് വന്നേക്കുന്നത്. അത്ര നേരം നമ്മുടെ അടീക്കട ലൈൻ വന്നിട്ട് ഇവിടെ വന്ന് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ആ മക്കുവള്ളി എന്ന ഗ്രാമം. ഇവിടെ നിന്ന് തുടങ്ങുവാണ് കണ്ടോ. ഇനി കാടിൻ്റെ അടുക്ക് ഫുള്ള് റബ്ബർ മരങ്ങളൊക്കെ ഉണ്ടോ. ഇതൊരു കാട്ടരുവിയാണ്. ഇവിടെയൊക്കെ പണ്ട് ഫുള്ള് പാടങ്ങളായിരുന്നു. പിന്നെ നെൽകൃഷി നഷ്ടമായപ്പോൾ ആളുകൾ മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞാട്ടോ. കണ്ടോ, കിട്ടില്ലല്ലേ, കണ്ടോ പാടം കണ്ടോ. ശരിക്കും ഞാൻ വളരെ അത്ഭുതത്തോടെ കേട്ടോ ഈ കാഴ്ച കാണുന്നത്. കാരണം കാട് കിടന്ന് വന്നിട്ട് ശരിക്കും നമ്മുടെയൊക്കെ നാട്ടുമ്പുറം പോലെയുള്ള സ്ഥലം കണ്ടോ. തെങ്ങ്, കൊക്കോ, കമുക് എല്ലാം വെച്ചിട്ടുള്ളൊരു സ്ഥലം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാട്ടോ. നമ്മുടെ മുന്നോട്ട് കുറച്ച് മുമ്പ് ലെഫ്റ്റ് കാണുന്ന വഴിയാണ് ഇനി കൈതപ്പാറയ്ക്ക് പോകുന്നത്. ആ വഴി നേരെ പോയ കൈതപ്പാറയാണ്. നമ്മൾ വലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പല വഴികളുണ്ട് ഈ ഗ്രാമത്തിൽ കണ്ടോ. കറണ്ട് ട്രാൻസ്ഫോമറൊക്കെ ഉണ്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കും പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു സിറ്റി പോലുള്ള സ്ഥലത്തെത്തിയിട്ടോ. ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ല കേട്ടോ. ജിയോയ്ക്കും ഇല്ല, ഐഡിയയ്ക്കും ഇല്ല. BSNL ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ മക്കുവള്ളി എത്തിട്ടോ. മക്കുവള്ളി എന്ന കാടിനുള്ളിലെ ഗ്രാമം. നമുക്ക് ചുറ്റും ഇത് ഫുള്ള് പട്ടയുള്ള ഏരിയ കേട്ടോ. ഇത് ഫുള്ള് ഗവൺമെൻറ് പട്ടയൊക്കെ പതിപ്പിച്ച് കളിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്തു പണ്ട് കാലത്ത്. അങ്ങനെ ഇവിടെ ഒരു ഗ്രാമമാക്കി എടുത്തോട്ടോ. നമ്മുടെ ചുറ്റും കണ്ടോ, അതാ പുറകെ കാണുന്ന ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഈ ഇങ്ങോട്ടൊക്കെ ആന ഇറങ്ങി വരും കേട്ടോ. വരുമോ? ഇങ്ങോട്ടൊക്കെ ആന വന്ന സ്ഥലം കേട്ടോ. ഇത് കാടിൻ്റെ ഇതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള. ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ജോസ് അല്ലേ? ഇപ്പം നമ്മൾ നിൽക്കുന്ന മക്കുവള്ളി എന്ന ഗ്രാമത്തിന്റെ സെന്ററിലാണ്. ഇതൊരു കവല എന്നൊക്കെ പറയുമല്ലേ? കവലയല്ലേ? ചേട്ടൻ ഇവിടെ എത്ര ആളായി വന്നിട്ടപ്പോ? ഞാൻ മക്കുവള്ളിയിൽ ജനിച്ചു വളർന്നതാണ്. അതെയോ? ഈ ഒരു ഗ്രാമം ഈ ഒരു രീതിയിൽ ചേട്ടന്റെ ഓർമ്മയിൽ എത്ര ആളായി ഇങ്ങനെ ഈ ഒരു നെൽപ്പാടവും കാര്യങ്ങളൊക്കെ? നെൽപ്പാടമൊക്കെ എൻ്റെ ഓർമ്മ മുതൽ ഞാൻ അച്ഛനായിട്ട് വന്ന സ്ഥലമാണ്. അത് രാമസ്വാമി CP രാമസ്വാമിയുടെ കാലത്ത് ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ കുടിയിരുത്തപ്പെട്ട സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ? എന്നാലും അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പട്ടയം കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരു 80% ആൾക്കാർക്കും പട്ടയം ഉണ്ടല്ലേ? ഇതിപ്പോ കാട്ടിന് നടുക്കല്ലേ? ശരിക്കും കാടല്ലേ? നടുക്കാണ്. പിന്നെ ഇവിടെ ശരിക്കും എന്താ കൃഷിയൊക്കെ നെൽപ്പാടം ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. കൃഷി ഇനി അടുത്ത മാസം കൃഷി ആരംഭിക്കും. വേറെന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഉള്ളത്? തെങ്ങ്, കവുങ്ങ് ആണല്ലേ? പൊടി, മൃഗശല്യമൊക്കെ ഉണ്ടോ? മൃഗത്തിന്റെ ആനയൊക്കെ വരും. ആന ശല്യം ചെയ്യാറില്ല. വരാറില്ല. നമ്മളെല്ലാവർക്കും ഒരുപാട് ആന പാസ് ചെയ്ത് പോവുള്ളൂ. പറമ്പിലേക്കൊന്നും ഇറങ്ങി വരില്ല. ഇല്ല അല്ലേ? നിങ്ങൾക്ക് ഇവിടെ പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ എവിടുന്ന സാധനങ്ങളൊക്കെ മേടിക്കണേ? കഞ്ഞിക്കുഴി പോയോ? കഞ്ഞിക്കുഴി പോയല്ലേ? അപ്പൊ ജീപ്പിന് പോകും. എത്ര അവിടെ കൂലിയൊക്കെ ജീപ്പിന്? ടാക്സി വിളിച്ച് പോവാണെങ്കിൽ 600 രൂപയാവും. അതല്ലേ? അല്ലെങ്കിൽ ട്രിപ്പ് പോകണതാണെങ്കിൽ ഒരു 50 രൂപ കൊടുത്താൽ. ട്രിപ്പ് ജീപ്പ് ഉണ്ട് ഇവിടുന്ന്? ട്രിപ്പ് ജീപ്പ് ഉണ്ട്. ഇവിടെ മൊത്തം എത്ര വീട്ടുകാരുണ്ട്? ഇപ്പോൾ
ഇപ്പോൾ ഒരു 85 വീട്ടുകാരോളം താമസമുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ അവിടെ പിള്ളേരൊക്കെ പഠിക്കുന്നൊക്കെ എവിടെ? പിള്ളേര് പഴയരിക്കണ്ട, കഞ്ഞിക്കുഴി, അവിടെയൊക്കെ പോയിട്ട് ഡെയിലി പോയിട്ട് വരുവാണ്. ഡെയിലി പോയി. പിന്നെ മുരിക്കാശ്ശേരി പോയി പഠിക്കുന്ന കോളേജിൽ പോണ പിള്ളേരുണ്ട്, തൊടുപുഴ പോണ പിള്ളേരുണ്ട്. അതേ ബൈക്കിന് ഒക്കെ പോകും. ഈ ഗ്രാമത്തിൽ വന്ന് നിൽക്കുമ്പോഴല്ലോ നമ്മൾ എത്രത്തോളം ശുദ്ധമായിട്ടാണ് നിൽക്കണമെന്നറിയോ? കാരണം വെച്ചാൽ ഒരു പൊല്യൂഷനോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് കൊറോണ സമയത്ത് 1-2 ആൾക്കാർക്ക് മാത്രമേ കൊറോണയൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അത്രമാത്രം എന്നാ പറഞ്ഞേ, പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ ചെറിയ ചെറിയ തോടുകളും പിന്നെ റബ്ബർ മരങ്ങളെല്ലാം വെച്ച് സ്വസ്ഥതയോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഗ്രാമമാണ് ഇടുക്കി ജില്ലയിലെ. ഒരിക്കലും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്നും നശിപ്പിക്കുന്ന രീതിയിൽ വേസ്റ്റോ മറ്റു മാലിന്യങ്ങളോ ഒന്നും കൊണ്ടുപോകരുത്. ജസ്റ്റ് കാണുക, തിരിച്ചു പോരുക. ഇവിടെ ഒരു 4ാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിലോട്ടൊക്കെ ഈ പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെ പ്രവർത്തിച്ച് ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിലുണ്ടല്ലോ ഈ ഗ്രാമത്തിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വലിയൊരു ഉപകാരമാകും. കാരണം വെച്ചാൽ കടകൾ വരും, അന്നേരം അവിടെയുള്ളവർക്ക് അവരുടെ കച്ചവടം നടക്കും, പിന്നെ ഗ്രാമവും കാണാം. ചെറിയൊരു ആക്ടിവിറ്റിയൊക്കെ ഈ തോട്ടുകടയൊക്കെ വെച്ചാണല്ലോ എന്നാ ഒരു സ്ഥലം എന്ന് പറയുക. ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഭാവിയിൽ ഇവിടുത്തെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ടൂറിസ്റ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവട്ടെ. ഇങ്ങോട്ട് വരാനും ഉദ്ദേശിക്കുന്നതിനോട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാറുള്ളൂ. ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയുള്ള കവലകളിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഒത്തുകൂടുന്നത് കേട്ടോ. ഞാൻ നിൽക്കുന്ന ഇവിടുത്തെ മൂപ്പനാണ്. ആ മൂപ്പനാണ് നമ്മുടെ പാലക്കുള ഹൈറ്റ്സ് ഹോം സ്റ്റേയിൽ മറ്റേ ഏറുമാടമൊക്കെ മേളിൽ മേഞ്ഞു കേട്ടോ. എന്നാലും ഇവിടെ ഒരു പാൽ സംഭരണ കേന്ദ്രമൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരും മറ്റേ പശുവിനെയൊക്കെ വളർത്തി ഇഷ്ടംപോലെ പുല്ലുണ്ടല്ലോ, അവിടെ നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇതൊരു വെയിറ്റിംഗ് ഷെഡ് ആണ്. ഒരു 20 വർഷം മുന്നം മിനി ബസ് ഇവിടെ വന്നിരുന്നു. വേനൽക്കാലത്ത് ഓടി. അതെല്ലേ, വേനൽക്കാലത്ത് മാത്രം മിനി ബസ് അല്ലേ? എന്നാലും ഇങ്ങോട്ടുള്ള ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലും ട്രിപ്പ് ജീപ്പുകളാണ്. അപ്പൊ ഇങ്ങനെയും നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനകത്തുള്ളല്ലേ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാലക്കുള ഹൈറ്റ്സിൽ വന്നാൽ ആ ചേട്ടൻ ട്രിപ്പായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലേ വേണമെങ്കിൽ ട്രിപ്പ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ രീതിയിലും. അപ്പൊ മക്കുവള്ളി എന്ന ഗ്രാമം എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് കാണേണ്ട സ്ഥലം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ എല്ലാവരെയും മക്കുവള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മക്കുവള്ളി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായില്ലേ? അപ്പൊ ഇനിയും ഇതുപോലുള്ള ഇനിയിപ്പോ ഇതിന്റെ അടുത്തുള്ള കൈതപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്, പിന്നെ മനയത്തറ എന്ന് പറഞ്ഞ വേറൊരു ഗ്രാമമുണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മളെന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ മാലിന്യം മറ്റു വേസ്റ്റുകളൊന്നും കൊണ്ടില്ല. അപ്പോൾ ഈ എന്നാ പറഞ്ഞത്, നമ്മളൊരു പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ അതിൻ്റെതായ മര്യാദകളൊക്കെ പാലിച്ച് വേണ്ടി മാത്രമേ യാത്ര ചെയ്യുക. അത് മാത്രം ശ്രദ്ധിക്കുക അല്ലേ? അത് മാത്രം ശ്രദ്ധിക്കുക. നമ്മളൊരു സഞ്ചാരിയായിട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ മലിനമാക്കാതെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ നമ്മൾ മാക്സിമം തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പ്ലാസ്റ്റിക് കുപ്പിയോ മറ്റു മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞ്, ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്ക് അറിയാലോ പ്ലാസ്റ്റിക് ഒരു വനത്തിലൊക്കെ കൊണ്ടിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. വേറെ ഒരു കുഴപ്പമില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു പോകാവുന്നൊരു സ്ഥലമാണ് മക്കുവള്ളി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ബൈ ഏട്ടാ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. നമുക്ക് കാണാം. ശരി, അപ്പോൾ ശരി ഏട്ടാ, ഓക്കെ, ബൈ ബൈ. ഇവിടെ ചെറിയൊരു പള്ളിയൊക്കെ കേട്ടോ. ഇതേട്ടോ, ആ തോടിങ്ങനെ പോകുന്നൊരു പ്രത്യേക ഭംഗി കേട്ടോ അല്ലേ എൻ്റെ ഉള്ളിൽ. അവിടെ ഒരു വീട്, ഇവിടെ ചെറിയൊരു കടയുണ്ട്, ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ഏത് വന്ന വഴി ഏതാ? ഓ ഓക്കെ ഓക്കെ. കണ്ടോ, ഇതൊക്കെ നല്ല രസമുള്ള ഒരു ഏരിയ കേട്ടോ. ഇങ്ങോട്ട് പോരുമ്പോൾ കൂടുതലായിട്ടും നല്ല രസമുള്ള സ്ഥലമാണ്. ഇങ്ങനെ നമ്മൾ കണ്ട് പോരാ, നമ്മുടെ കണ്ണ് എടുക്കാൻ തോന്നില്ല, അത്ര മാത്രം ഭംഗിയാണ് ഇവിടെ ഗ്രാമത്തിനെ. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് മലിനമാക്കാത്തൊരു ഗ്രാമമായിട്ട് തന്നെ
ഞാനേ മഴ പെയ്തോട്ടോ. ഇത്ര സുന്ദരമായുള്ള കാഴ്ച നോക്കി. ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ. ആ ശരിയല്ലോ. നമ്മുടെ ചുറ്റും ഇങ്ങനെ മൊത്തം പാടാട്ടോ. 2-3 തോടൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലം. ഇങ്ങനത്തെ കാറ്റൽ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കേട്ടോ, ഇത് അവിടുത്തെ തോട് കണ്ടോ, പശുക്കളൊക്കെ. എത്ര ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ ഇത്. അയ്യോ, ഈ സീനറി ഒന്നും നമുക്ക് വേറെ ഭംഗിയാണ്. മലയിൽ നിന്ന് വലിയ മഴ പെയ്തോണ്ടിരിക്കും കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞില്ലേ, ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഈ വഴിയൊക്കെ ഇങ്ങനെ ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു ഗ്രാമമായിരുന്നു. എന്തായാലും ഇപ്പം വേനൽക്കാലത്താട്ടോ, മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരുമെന്ന മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വിട വാങ്ങാം. കാരണം നമ്മൾ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചുരുക്കം ചില ഗ്രാമങ്ങളിൽ ഒന്ന് തന്നെയാണ് മക്കുവള്ളി. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക.